ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ആദ്യം തന്നെ നമ്മളൊരു 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ നമ്മുടെ ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് ഒക്കെ ആവുന്നവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് ഇത് ആറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടി നന്നായിട്ടിട്ട് ഞെരടുക. അതായത് നമ്മൾ താളി, അതായത് കട്ടൻ ചായയിൽ താളി, കട്ടൻ താളി എന്നൊക്കെ വിളിക്കാം. അതാണ് സംഭവം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹെയർ ഫോൾ നന്നായിട്ട് നിൽക്കാനും അതിനുള്ള ഇതൊരു നാച്ചുറൽ കണ്ടീഷണറും കൂടിയാണ് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഞെരടി പിഴിഞ്ഞ് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഇത് അങ്ങനെ വെക്കുമ്പോൾ അതിലെ ചെമ്പരത്തിൻ്റെ ഇലയിലും പൂവിലുള്ള സത്തൊക്കെ നന്നായിട്ട് ഈ തേയില വെള്ളത്തിലേക്ക് ഇറങ്ങും കേട്ടോ. അതിനുശേഷം സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലും കുറച്ച് ഓയിലിങ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ആ ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് അരിച്ചില്ല. അതിങ്ങനെ കൈകൊണ്ട് എടുത്ത് മാറ്റിയതിന് ശേഷം തലയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15-20 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം കഴുകി കളയാം കേട്ടോ. ശരിക്കും നിങ്ങളുടെ ഹെയർ അത് നല്ല കുറച്ചൊന്ന് ബൗൺസി ആയിട്ട് കിടക്കും. ഇതുപോലെയാണ് കേട്ടോ ഒരു പാകം കിട്ടിയത്, ബൗൺസി ആയിട്ട് കിടക്കും. അതല്ല, ഇത് ഹെയർ ഫോൾ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഈ കട്ടൻ ചായ നമ്മൾ ഹെയറിൽ, അതായത് ഇത് എല്ലാം തണുത്ത് അറിയുന്നതിന് ശേഷം കേട്ടോ, കട്ടൻ ചായ എന്ന് പറയുമ്പോൾ ചൂടല്ല, അങ്ങനെയല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. ഞാൻ ഹെയറിൽ ജസ്റ്റ് എണ്ണ കുറച്ചൊന്ന് തൊട്ട് പറ്റിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ ഹെയർ ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. തേയില എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മുടെ ഹെയറിൽ എണ്ണമയം വലിച്ചെടുക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഓയിലും ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചു കേട്ടോ. ഇത് കുറച്ച് തിക്നെസ് ഉള്ളതുകൊണ്ട് തേക്കാൻ എളുപ്പമുണ്ട്. തേച്ച് പിടിപ്പിച്ചു, ബാക്കിയുള്ളത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.